പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് വാവ് ബലിയായതുകൊണ്ട് രാവിലെ തന്നെ പുറത്ത് വെളിയിൽ കഞ്ഞിക്കിട്ടു. കഞ്ഞി വെളിയിൽ വെച്ച് അടുപ്പത്ത് വെച്ചു. അതിനുശേഷം ഞാൻ ഇഡ്ഡലി സാമ്പാറും ഒക്കെ ഉണ്ടാക്കി. ചേട്ടൻ ബലിയിട്ടിട്ട് എത്തിയിട്ടുണ്ട്. കഴിക്കാൻ കൊടുക്കാം. എൻ്റെ സാമ്പാറൊക്കെ എങ്ങനെയുണ്ട്, നിങ്ങൾക്ക് ഇഷ്ടമായാൽ കമൻസ് ഇടുകയും ഒക്കെ വേണം. ഞാൻ അടുത്ത് പായസം ഉണ്ടാക്കാൻ പോവുകയാണ്. പായസം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നെയ്യ് ഉരുക്കി അതിലോട്ട് മുന്തിരിങ്ങയൊക്കെ ഇട്ട് ഒന്ന് വറുത്ത് കോരാമെന്ന് കരുതി വറുത്ത് കോരാൻ പോവുകയാണ്. വറുത്ത് കുറച്ചൊന്ന് മൂത്ത് വരണം. മൂത്ത് വരുന്നതിന് ശേഷം വേറൊരു പ്ലേറ്റിലോട്ട് മാറ്റി വയ്ക്കാം. നമുക്കൊരു കിടിലം പായസം ഉണ്ടാക്കാം. അതിലോട്ട് അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും എല്ലാം കൂടെ ഇട്ട് ഒന്ന് വഴറ്റിയെടുത്ത് മാറ്റാം. മാറ്റിയതിന് ശേഷം നമുക്ക് പായസം ഉണ്ടാക്കേണ്ട കൂട്ട് അതിലോട്ട് തട്ടി ഒന്ന് മൂപ്പിക്കാം. മൂപ്പിച്ചതിന് ശേഷം നമുക്കതിലോട്ട് പാലൊഴിക്കാം. പാലൊഴിച്ച് ഒരു കിടിലം പായസം റെഡിയാക്കാം. എന്തായിരുന്നാലും ഇതാ പായസം തിളച്ചിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് കുറച്ച് പാൽ കുറച്ചുകൂടെ ഒഴിച്ച് കൊടുക്കണം. തിളച്ച് വരുമ്പോൾ വീണ്ടും കുറച്ച് പാൽ കൂടെ ഒഴിച്ച് നമ്മുടെ ഒരു കിടിലം പായസം റെഡിയായിട്ടുണ്ട്. നമുക്കിനി പപ്പടം പൊരിക്കാം. പപ്പടം പൊരിച്ചു. ഇനി നമുക്ക് എന്തായിരുന്നാലും കുറച്ച് സമയം കഴിയുമ്പോൾ സദ്യ വിളമ്പാം. എന്തായിരുന്നാലും നമുക്ക് പപ്പടവും പൊരിച്ചു. നമുക്ക് ഇത് വെച്ച് കൊടുക്കേണ്ടതായിട്ടുണ്ട്. നമ്മൾ വെച്ച ആഹാരമൊക്കെ വെച്ച് കൊടുക്കണം. അതൊരു ചടങ്ങാണ്. അതിനുശേഷം ബലിയിട്ടിട്ട് വന്നവർ കഴിക്കണം. ഇതാ എൻ്റെ ചേട്ടൻ വെച്ച് കൊടുത്ത ഭക്ഷണമൊക്കെ ഇതാ കഴിക്കുന്നു. എൻ്റെ സദ്യയൊക്കെ എങ്ങനെയുണ്ട്, നിങ്ങൾ എൻ്റെ മറ്റുള്ള വീഡിയോസ് കാണുമെന്ന് കരുതുന്നു. അടുത്തൊരു വീഡിയോയുമായി എത്തുന്നവരെ ബായ്.